നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ജലദോഷം മാറിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ടിൻ്റെ കുഴപ്പം ക്ഷമിക്കുക. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും കൊച്ചിയിൽ. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പിന്നെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ മാളത്തിൽ നിന്നും വെളിയിൽ വന്ന് തൻ്റെ സ്ഥിരം വിഷൻ ചീറ്റൽ തുടങ്ങിയിരിക്കുകയാണ്. അത് എത്ര കണ്ട് കേരള പൊളിറ്റിക്സിനെ കലുഷിതമാക്കും, അത് എത്ര കണ്ട് BJPക്ക് RSSന് കേരളത്തിലെ സമൂഹത്തെ വീണ്ടും വേർതിരിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. സാർ, ഇത് ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിനെ ഒരു ചില നാടകങ്ങളൊക്കെ പറയുന്ന പോലെ ചില ഒരു സീരിയസ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അത് ആരാണ് കൊടുക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൊണ്ട് കോടതി കൊടുക്കാൻ നോക്കി. അത് മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടി അവരുടെ സെലക്ഷൻ, അത് ഞങ്ങൾ ജയിക്കുന്നു എങ്കിൽ ഇന്ന ആളാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് തോന്നുന്നതെന്ന് പറയാൻ ശ്രമിച്ചത്, അതിന് ഇത്രയും വലിയ ഒരു 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 വിദ്വേഷ പ്രകടനം, അതായത് ടോട്ടൽ കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്, ഇത് കേരളത്തിനെ ഏതെങ്കിലും രീതിയിൽ നിരക്കുന്നതാണോ? നിരക്കുന്നതല്ലെന്ന് മാത്രമല്ല, ഇത് കേരളം അനുവദിക്കുന്നു എന്നുള്ളതാണ്. നിരക്കുന്നതല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ഇത് അനുവദിക്കപ്പെടുന്നു കേരളത്തിൽ പരസ്യമായി. ഇത് വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ, അത് മുസ്ലിം എന്നുള്ളതിന് പകരം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന രാഷ്ട്രീയമാണ്. അങ്ങനെ രാഷ്ട്രീയം ആവില്ലല്ലോ. വർഗീയത്തെ രാഷ്ട്രീയമാക്കാൻ ഏതെങ്കിലും ഒരു സമുദായ പാർട്ടിയുടെ പേരിലേക്ക് അത് ചേർത്തത് കൊണ്ടാവില്ലല്ലോ. പക്ഷെ കേരളത്തിലെ ജനങ്ങളെല്ലാം, അത് സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഞാൻ ജാതി മതം പോലുമല്ല ആലോചിക്കുന്നത്, നമ്മളുടെ നാട്ടിൽ സാമൂഹ്യ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വീട്ടിലും ഇദ്ദേഹം എത്തിക്കുന്ന ഈ സന്ദേശം എത്രത്തോളം മാരകമാണ്. അത് മാരകമാണെന്ന് ഏറ്റവും അറിയേണ്ടത് ഈ കേരളം താൽക്കാലികമായിട്ടെങ്കിലും അടുത്ത മന്ത്രിസഭ ഉണ്ടാവുന്നത് വരെയെങ്കിലും ഭരിക്കുന്ന ഇവിടുത്തെ പിണറായി സർക്കാരാണ്. പക്ഷേ അതിനോട് പ്രതികരിക്കാതിരിക്കുക അത് അതിലും വലിയ കുറ്റമല്ലേ? ശരിയാണ്. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം മറക്കാം. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന് വെള്ളാപ്പള്ളിയെ കയറൂരി വിടുന്നത് കൊണ്ട് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാലം കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പെട്ടിയിലായി. രണ്ട്, സർക്കാരിന് എന്ത് ഉത്തരവാദിത്വമാണ് ഇതുപോലെ ഒരു ഇസ്ലാമോഫോബിയ പരത്തുന്ന ഒരു സമുദായ നേതാവിനെ ഇങ്ങനെ യാതൊരു നടപടിയും എടുക്കാതെ, അദ്ദേഹത്തിനെതിരായ ഒരു അന്വേഷണം പോലും ആവശ്യപ്പെടാതെ എങ്ങനെ എത്ര കാലം, അതും അദ്ദേഹത്തിന്റെ സമുദായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും നിയമപരമായ പല കുടുക്കുകളിലും പെട്ടിരിക്കുകയാണ്. അദ്ദേഹം SNDP യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് താൽക്കാലികമായി ഒരു സ്റ്റേയുടെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 എന്താ പറയാൻ പറ്റും, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാരിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ ഒരു സംസ്ഥാനത്തോ ഇത് നടക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം നിരായുധരാവുകയാണ്. ഫാസിസത്തിനെതിരായും വർഗീയതയ്ക്കുമെതിരായും പറയാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതിന്റെ ഓരോ അണിയെയും നിരായുധരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഈ മൗനാനുവാദം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചെറിയാൻ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? എനിക്ക് മനസ്സിലാക്കുന്നത്, അദ്ദേഹം എപ്പോഴും രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയാണല്ലോ. ഒന്ന് സെൻട്രലിന്റെ RSSന്റെ BJPയുടെ സംരക്ഷണ, നാട്ടിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ എന്താണ് ഇതുവരെ അധികാര രാഷ്ട്രീയം പഠിപ്പിക്കൊണ്ടിരുന്ന വേറൊരു ഗ്രൂപ്പ്. ഈ രണ്ടുപേരുടെയും വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇത് സാധാരണമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് സംസ്ഥാന പോലീസോ സംസ്ഥാന സർക്കാരോ ഒന്നും ചെയ്യത്തില്ല,
സെൻട്രൽ സർക്കാർ ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സിവിൽ സൊസൈറ്റി ഒത്തിരി കേരളത്തിലെ ഒട്ടേറെ വ്യവഹാരികളുണ്ട് പബ്ലിക് ഇഷ്യൂസിനെ കോടതിയിൽ കയറ്റുന്നത്. അവർ ആരും പോലും ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഇദ്ദേഹത്തിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരോ ഭയപ്പെടുന്നു. അതായത് അദ്ദേഹത്തിന് SNDP യോഗത്തിന്റെ അതിന്റെ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ മസിൽ അദ്ദേഹത്തിന് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ സിവിൽ സൊസൈറ്റി പോലും വിചാരണയ്ക്ക് വിധേയമാക്കുന്നില്ല. നമ്മളെ പോലെ കുറച്ച് പേര് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഇതൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇതുപോലെ മുസ്ലിം വിരുദ്ധത്തെ പറയുന്ന ഒരാൾ കേരളത്തിൽ ഇല്ല എന്നത് ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ വേറെ ഒരു കേരളത്തിന്റെ ഒരു പറയേണ്ട എന്താ പറയുന്നത്, അതിന്റെ എല്ലാ പൈതൃകവും, അതിന്റെ നവോത്ഥാനം എന്നുള്ള വാക്ക് വളരെ ഉപയോഗിച്ച അർത്ഥം പോയിരിക്കുകയാണ്. അദ്ദേഹമാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ. ഇപ്പോഴും ഇനി അറിഞ്ഞുകൂടാ. അദ്ദേഹം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷന്റെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ്, ഒരു സർക്കാർ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇത് വർഷങ്ങളായി ഇപ്പോൾ ഇത് ചെയ്യുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കോൺഗ്രസിലെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെയും ബുദ്ധിജീവികളുടെയും മൗനം. അതെന്താണ്? അത് തെരഞ്ഞെടുപ്പ് ഇതുവരെ കോൺഗ്രസിന്റെ ഭയം എനിക്ക് മനസ്സിലാക്കില്ല. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഞാനൊന്ന് പ്ലീസ്. കോൺഗ്രസിന് ഇതുവരെ മൗനം പാലിക്കുന്നതിന് ഭയമുണ്ടായിരുന്നു. എന്തിനു വെറുതെ അദ്ദേഹത്തോട് പ്രകോപിപ്പിച്ച് അദ്ദേഹം കിട്ടാവുന്ന കുറച്ച് വോട്ടുകൾ കളയുന്നത് എന്ന ഒരു സമീപനം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായിട്ടും കോൺഗ്രസ് നേതാക്കൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ ഭയക്കുന്നതിന്റെ പുറകിൽ എന്തൊരു ദാസ്യമാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റ്സിന്റെ കൂടെയാണ് എപ്പോഴും ബ്ലാക്സ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരൊരിക്കലും അവരെ പബ്ലിക്കായിട്ട് അംഗീകരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ വൈറ്റ് ബാക്ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതേ അവസ്ഥയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് യോഗേന്ദ്രനാഥ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതാണ് കോൺഗ്രസും ഇങ്ങനെയുള്ളവർക്കുള്ള പ്രശ്നം. അതായത് നമ്മളെ പോലെയുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ തുറന്നു കാണിക്കണം. നമ്മൾ പിണറായിയെ തുറന്നു കാണിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും എന്തിന് രാഹുൽ ഗാന്ധിയെയും തുറന്നു കാണിക്കണം. ഇത്ര വലിയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനും മൗനം പാലിക്കുന്നത് കുറ്റകരമാണ്. കോൺഗ്രസ് മൗനം പാലിക്കുന്നത് കുറ്റകരമാണ് തീർച്ചയായിട്ടും. പക്ഷെ അവരെ ഇതിന്റെ ഫർദർ ബാക്ക്ലാഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ കാരണങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടല്ലോ. നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെ ഇന്നത്തെ പൊളിറ്റിക്സിന്റെ ഒരു ഗതികേടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഗതികേട് അതെ, അധികാരത്തോടെ സത്യം തുറന്നു പറയുള്ളൂ. അതാണ് യോഗേന്ദ്രനാഥും പ്രശാന്ത് ഭൂഷണും ഒക്കെ ഡൽഹി ചെയ്യുന്നത്. ഇവിടെ ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു മൂവ് ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ തളയ്ക്കാൻ വേണ്ടി സിവിൽ സൊസൈറ്റിക്കേ പറ്റത്തുള്ളൂ. പൊളിറ്റീഷ്യൻസിന് അവരുടേതായ ലിമിറ്റേഷൻസ് ആയി കഴിഞ്ഞു. അതിന് കാരണം BJP ആണ്. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് കോൺഗ്രസ് കണ്ടില്ലേ, കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ BJP എന്ത് കരുതുമെന്നാണെങ്കിൽ ഇനി ഇന്ത്യയിൽ ഇവർക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എല്ലാ വിദ്വേഷ പ്രചരണവും കേൾക്കണം. കാരണം വല്ലതും പറഞ്ഞാൽ BJPക്ക് സഹായമാകും എന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ തുടർന്ന് ആജീവനാന്തം അവരുടെ കാര്യം നോക്കേണ്ടത് അവരല്ലേ. സർ, അതിന്റെ ലിമിറ്റേഷൻ വെച്ച് തന്നെയാണ് അവരുടെ പൊളിറ്റിക്സ് നടത്തുന്നത് എല്ലാ പാർട്ടികളും. ആ ലിമിറ്റേഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ തീ കൊണ്ട് കളിക്കലാണ്. എല്ലാവരും കത്തിപ്പോവും. കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിന് തിരികൊളുത്തിയാൽ BJPയും ഇല്ല, കോൺഗ്രസും ഇല്ല, CPM-ഉം ഇല്ല. അപ്പൊ ഇദ്ദേഹം വീണ്ടും പറയുന്നത് മാറാടാണ്. താങ്കൾ ശ്രദ്ധിച്ചോ? മാറാടാണ് പറയുന്ന ചെറിയാൻ. കേരളത്തിൽ മാറാടുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ സിറ്റുവേഷനിൽ സിവിൽ സൊസൈറ്റിയാണ് മുമ്പിൽ വരേണ്ടത്. പൊളിറ്റിക്കൽ സൊസൈറ്റി. വാട്ട് അബൌട്ട് പൊളിറ്റിക്കൽ സൊസൈറ്റി, സർ? വൈ ആർ യു അവോയ്ഡിംഗ്? Political society has been shunned by the Hindutva politics. കേരളത്തിലെ നമ്മൾ കേട്ടിട്ടുണ്ട് പല
പല വളരെ പബ്ലിക് സ്പിരിറ്റഡ് ആയിട്ടുള്ള കോടതിയിൽ പോകുന്നവരുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഞാൻ എനിക്കറിയാവുന്നത് ഒരു പത്രത്തിന്റെ പേരും ചെറിയ പത്രം നടത്തിയിരുന്ന ഒരു കക്ഷിയുണ്ടായിരുന്നു, മരിച്ചുപോയി, കൊച്ചിയിലൊക്കെ കാണുന്നതും. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ധൈര്യമുള്ളവർ കോടതിയിൽ പോയി ഇതിനെതിരെ ഇഷ്യൂ ആക്കുക, പബ്ലിക് ഇഷ്യൂ ആക്കുക, ലീഗൽ ഇഷ്യൂ ആക്കുക, സർക്കാരുകൾക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് താങ്കൾക്ക് അറിയായിരിക്കും, അലഹബാദിലെ ഒരു മദ്രസ ടീച്ചേഴ്സിന്റെ റിട്ട് ഹർജിയിൽ ഒരു മലയാളി ജഡ്ജി നിങ്ങൾ സർക്കാരിനോട്, CP സർക്കാരിനോട് വളരെ കൃത്യമായി പറഞ്ഞു, അദ്ദേഹം നിങ്ങൾ ഇതൊരു ഇഷ്യൂ ആക്കുന്നു, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, ഇത് സ്റ്റാൻഡ് എടുക്കുന്നില്ല. NHRCക്ക് വരെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. കോടതികൾ ലീഗലായിട്ട് പബ്ലിക്കായിട്ട് ഇടപെടുക, അല്ല നമ്മളുടെ പഴയ സ്ലോഗനിയറിങ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സ്റ്റാൻഡ് ഒന്നും കൊണ്ടും യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ലീഗലായിട്ട് ഈഴവ സമുദായത്തിൽ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് മാറ്റാൻ കോടതി വിധി സമ്പാദിച്ചല്ലോ അവർ. അത് കോടതി വിധി സമ്പാദിച്ചു കഴിഞ്ഞു ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ. SNDP സ്ഥാനത്ത് സ്റ്റേയും കിട്ടിയല്ലോ, അദ്ദേഹത്തിന് സ്റ്റേയും കിട്ടി. അതെ, അതൊക്കെ അവർ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവരെ കുറിച്ച് പറയൂ. അല്ല, അതാണ് ചെയ്യാത്തവര്. ഇന്ന് ചെയ്യേണ്ടത് സിവിൽ സൊസൈറ്റിയാണ്, അല്ലാതെ വേറെ അല്ല. പിണറായി വിജയന്റെ സർക്കാരാണ്. പിണറായി വിജയന്റെ സർക്കാർ നടപടി എടുക്കണ്ടേ? That kind of politics, that kind of system is over. It is a civil society. What are you saying? For me, it is not over. My job is to tell them. You can say that it is over. Because your generation of people are used to that. We are independent people. We are independent journalists. We have to tell the truth to Pinarayi Vijayan and Satish. Nobody cares about people like us. Then why do we do this program? If nobody listens to you, we still believe. Nobody acts like old days. Okay, but still we will keep on saying secularism is essential. Talking about it, we still we will. That is why we are talking. India. Yeah. I am not cynical, sir. I am not cynical. A journalist cannot be cynical. A journalist has to always tell the truth to the power. And we are telling Pinarayi Vijayan, we are telling Satish, please open your mouth. You have to be practical about it. That's all. No, I am not practical to be. I am not into government. I am not practical. I am not practical. If I turn practical, then I worry only about my salary. I am not practical. Don't brag into this. I am very idealistic. You can be idealistic. That's good. I have no issues. But then there is a limit of expectations. You are I am not expecting, but my duty I will say that. And then വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളെ സർ, നമ്മൾ രണ്ടുപേരും ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? വെള്ളാപ്പള്ളിയെ പോലുള്ള വിഷം വമിക്കുന്നവരെ സൈലൻസ് ചെയ്യേണ്ട കാലം ഒറ്റപ്പെടുത്തണം. വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തണം. അത് താങ്കൾ എഗ്രി ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നാൽ അത് കോൺഗ്രസ് വഹിക്കേണ്ട പങ്ക് കോൺഗ്രസും വഹിക്കണം. എല്ലാ പാർട്ടികളും വഹിക്കണം. കോൺഗ്രസ് സിവിൽ സൊസൈറ്റി കൂടുതൽ വഹിക്കണം. കാരണം വെച്ചാൽ പൊളിറ്റീഷ്യൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറയാനുണ്ടായ കാര്യം കൂടി ജനങ്ങൾ അറിയണം. ഇത് അവിടെ തങ്ങള് നേരിട്ട് വിളിച്ച് പറഞ്ഞതല്ല. കേരളത്തിൽ സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് നിങ്ങൾ തങ്ങളും വിളിച്ച് നേരിട്ട് ആരോടെങ്കിലും പറഞ്ഞതല്ല. അവിടെ ചെന്ന് ഇങ്ങനെ സർവേ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവ് സതീശനാണല്ലോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞതാണ് ജനവികാരങ്ങൾ എന്താണ്, ആ ജനവികാരത്തിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്ന്. അതിനെയാണ് വെള്ളാപ്പള്ളി വളച്ചൊടിച്ചിരിക്കുന്നത്. എന്നിട്ട് വെള്ളാപ്പള്ളിക്ക് വർഗീയം പറയാനായിട്ടുള്ള ചോദ്യങ്ങൾ മുസ്ലിം നേതാക്കളുടെ വായിൽ തിരുകുക. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ പോയി വെള്ളാപ്പള്ളിയോട് ചോദിക്കുക ഇങ്ങനെ തങ്ങൾ പറഞ്ഞല്ലോ എന്ന്. എന്ത് വൃത്തികേടാണ് നടക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ? കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള BJP RSSന്റെ ശ്രമത്തിന് ഒരു വിഭാഗം മാധ്യമങ്ങളും വെള്ളാപ്പള്ളിയും ഒരുമിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ കൈകൾ ശുദ്ധമാണ്. അവർ വേണ്ടതിലും കൂടുതൽ മര്യാദയോടുകൂടി
വേണ്ടതിലും കൂടുതൽ മര്യാദയോടുകൂടിയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നിട്ട് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക. എന്നിട്ട് ഇന്ത്യയോട് പറയുക, ഞങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റീസിനും അവരെ മുസ്ലിം ആയതുകൊണ്ടല്ല, അവരൊരു വലിയ പാർട്ടിയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കേരളത്തിൽ 25% മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുക. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഈ സീറ്റുകളുടെ കണക്ക് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനകത്ത് സീറ്റ് കൊടുത്തതിനെ പറ്റി പറയുന്നു, സതീശന്റെ നയിക്കുന്നതിനെ പറ്റി പറയുന്നു. ഇദ്ദേഹത്തിന് ആരാണ് ഈ പാർട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തത്? എന്തൊരു തരം എത്ര കാലമായി ചെറിയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെയായും ഇദ്ദേഹത്തെ തുറന്നു കാണിച്ചിട്ടുണ്ടോ? താങ്കൾ പൊതു സമൂഹത്തെ പറ്റി പറയുന്നു, ഇടതുപക്ഷ ബുദ്ധിജീവികൾ സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിന്റെ മനസ്സാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ. അത് മറികടക്കാൻ അതിനെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയവും കൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഭീരുക്കളുടെ വിജയമായിരിക്കും തോറ്റാലും ജയിച്ചാലും. അതല്ലേ, അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കേരളത്തിൽ ആരെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞാലും അവർക്ക് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണൽ ഇപ്പോഴൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് 27 സീറ്റുകളാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിൽ അവർ അവകാശപ്പെടുന്നത് 22 സീറ്റെങ്കിലും മുസ്ലിം ലീഗിന് ഉണ്ടാവുമെന്നാണ്. അതുപോലും അവർ വളരെ വളരെ അതവര് പുരപ്പുറത്തു നിന്ന് വിളിച്ചു പറയുന്നില്ല. ഇത്രയും മൗനം, ഇത്രയും സംയമനം പാലിച്ചിട്ട് മാറാട് ആവർത്തിക്കും ഇനി കേരളം ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നൊക്കെ ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത് ഇവിടെ കേരളത്തിൽ മാത്രം ഉദ്ദേശിച്ചല്ല, ഇന്ത്യയുടെ മുഴുവൻ RSSന്റെ വിടുവേലയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ളവരെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ വീണ്ടും